നിങ്ങൾക്കറിയാമോ, ലോക ചരിത്രത്തിലെ ആദ്യത്തെ ആഗോള യുദ്ധം, അതായത് ഫസ്റ്റ് ഗ്ലോബൽ വാർ ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും നമ്മളിൽ ഭൂരിഭാഗം പേരും പെട്ടെന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ നടന്ന ഒന്നാം ലോകമഹായുദ്ധം എന്നാകും. അതെ, സാധാരണ എല്ലാവരും അങ്ങനെയാണല്ലോ ആദ്യം ചിന്തിക്കുന്നത്. കൃത്യം. എന്നാൽ സത്യം അതല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ശരിക്കും നിങ്ങളെ ഞെട്ടിക്കും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ദ 7 Years വാർ, ജെനസിസ് ഓഫ് ഗ്ലോബൽ എംപയർ എന്ന സോഴ്സ് പറയുന്നത് യഥാർത്ഥത്തിൽ 1756 മുതൽ 1763 വരെ നടന്ന 7 വർഷത്തെ യുദ്ധമാണ് ആധുനിക ചരിത്രത്തിലെ ആദ്യത്തെ ആഗോള യുദ്ധമെന്നാണ്. ശരിയാണ്. ആ ചരിത്രരേഖകൾ അത് വളരെ വ്യക്തമായി തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും അതിയായ ആഗ്രഹമുള്ള നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് വലിയൊരു സ്വാഗതം. ശരി, നമുക്കിതൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഈ 7 വർഷങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതൊരു ചെറിയ വിഷയമല്ല കേട്ടോ. ഇതിനെ വിശാലമായ തലത്തിലൊന്ന് നോക്കിയാൽ, അതായത് ഇന്നത്തെ നാം കാണുന്ന ആധുനിക സാമ്രാജ്യത്വ ക്രമത്തിനും ഇന്നത്തെ ലോകത്തെ അധികാരഘടനകൾക്കും കൃത്യമായ അടിത്തറ പാകിയത് ഈ യുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കേവലം യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു അതിർത്തി തർക്കമൊന്നുമായിരുന്നില്ല. അപ്പൊ പിന്നെ ആരൊക്കെ ആയിരുന്നു ഇതിലെ പ്രധാന കളിക്കാർ? അന്നത്തെ വൻശക്തികളായ ബ്രിട്ടൻ, ഫ്രാൻസ്, പിന്നെ സ്പെയിൻ, ഓസ്ട്രിയ, പ്രഷ്യ എന്നീ രാജ്യങ്ങളെല്ലാം ഇതിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു. നോക്കൂ, അവർ സ്വന്തം രാജ്യങ്ങളുടെ അതിർത്തികളിൽ മാത്രമല്ല പോരടിച്ചത്, മറിച്ച് ലോകമെമ്പാടുമുള്ള അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള ഒരു വമ്പൻ പോരാട്ടമായിരുന്നു അത്. ആ വ്യാപ്തി തന്നെയാണ് ഇതിൽ ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം. യൂറോപ്പ്, വടക്കേ അമേരിക്ക, കരീബിയൻ ദ്വീപുകൾ, ഇന്ത്യ, ആഫ്രിക്ക, അതിനുമപ്പുറം ഏഷ്യ പസഫിക് മേഖലകളിൽ വരെ ഈ യുദ്ധം വ്യാപിച്ചു. ഈ ഭൂഖണ്ഡങ്ങളിലെല്ലാം തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഈ വൻശക്തികൾ പരസ്പരം കടിച്ചു കീറുകയായിരുന്നു എന്ന് വേണം പറയാൻ. അതെ അതെ, ഒരു സംശയവുമില്ല അതില്. പക്ഷേ എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഈ രാജ്യങ്ങളെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നില്ലല്ലോ. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? തീർച്ചയായും കാരണങ്ങൾ വളരെ സങ്കീർണമായിരുന്നു. ഇതിൽ 1756 നടന്ന ഒരു പ്രധാന സംഭവമുണ്ട്. ചരിത്രത്തിൽ ഇതിനെ നയതന്ത്ര വിപ്ലവം അഥവാ ഡിപ്ലോമാറ്റിക് റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു വലിയ ജിയോപൊളിറ്റിക്കൽ ട്വിസ്റ്റായിരുന്നു. അതായത് യൂറോപ്പിലെ ആ പഴയ സഖ്യങ്ങൾ മാറിയത്. കൃത്യം. കാലങ്ങളായി നിലനിന്നിരുന്ന യൂറോപ്യൻ സഖ്യങ്ങളെ ഇത് പാടെ മാറ്റിമറിച്ചു. എന്താവെച്ചാൽ നൂറ്റാണ്ടുകളായി ബദ്ധശത്രുക്കളായിരുന്ന ഫ്രാൻസും ഓസ്ട്രിയയും പെട്ടെന്ന് പരസ്പരം കൈകോർത്തു. മറുവശത്ത് അതുപോലെ തന്നെ ബ്രിട്ടനും പ്രഷ്യയും ചേർന്ന് പുതിയൊരു സഖ്യമുണ്ടാക്കി. അതായത് ഇന്നലെ വരെയുള്ള ശത്രുക്കൾ പെട്ടെന്ന് ചങ്ങാതിമാരായി. ശരിക്കും ഒരു സിനിമയിലെ രംഗങ്ങൾ പോലെ. അതെ, അധികാരത്തിന്റെ ഈ പുതിയ സമവാക്യങ്ങൾ യൂറോപ്പിൽ വലിയൊരു അനിശ്ചിതത്വം സൃഷ്ടിച്ചു. കാരണം വളർന്നുവരുന്ന പ്രഷ്യയുടെ ശക്തിയെ ഫ്രാൻസും ഓസ്ട്രിയയും ഭയന്നിരുന്നു. എന്നാൽ യൂറോപ്പിൽ ഈ സഖ്യങ്ങൾ മാറിയതു മാത്രമല്ലല്ലോ പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പുകയുന്നുണ്ടായിരുന്നു. വടക്കേ അമേരിക്കയിൽ നോക്കിയാൽ ബ്രിട്ടന്റെ 13 കോളനികൾ പടിഞ്ഞാറോട്ടുള്ള ഫ്രഞ്ച് അധീന പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ അതിർത്തി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എല്ലാവർക്കും കൂടുതൽ ഭൂമി വേണമെന്ന ചിന്ത. ശരിയാണ്. പക്ഷേ ഭൂമി മാത്രമല്ല, വിഭവങ്ങളും അവർക്ക് വേണ്ടിയിരുന്നു. കരീബിയൻ ദ്വീപുകളുടെ കാര്യം തന്നെ എടുക്കാം. അക്കാലത്ത് സ്വർണത്തേക്കാൾ വിലയുള്ള ഒന്നായിരുന്നു പഞ്ചസാര. ഓ, ആ ഷുഗർ പ്ലാന്റേഷൻസ്. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ വലിയ മത്സരമായിരുന്നു. അതുപോലെ തന്നെ പശ്ചിമാഫ്രിക്കയിലെ സെനഗലിൽ ഈ ഗം പോലെയുള്ള വിലപിടിപ്പുള്ള വിഭവങ്ങൾ സ്വന്തമാക്കാൻ ഫ്രഞ്ച് വ്യാപാര തുറമുഖങ്ങൾക്ക് നേരെ ബ്രിട്ടീഷുകാർ നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അന്നത്തെ ടെക്സ്റ്റൈൽ വ്യവസായത്തിലൊക്കെ ഈ ആഫ്രിക്കൻ ഗം വളരെ അത്യാവശ്യമായ ഒരു അസംസ്കൃത വസ്തുവായിരുന്നു. ഇനി നമ്മുടെ ഇന്ത്യയിലെ കാര്യമെടുക്കാം. വ്യാപാരത്തിനായി വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് കമ്പനിയും തമ്മിലുള്ള ശത്രുത കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു അത്. ഇന്ത്യൻ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ ഇരുവരും തമ്മിൽ വലിയ മത്സരമായിരുന്നു. തീർച്ചയായും. നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഇന്നത്തെ കാലത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നത്തെ ആഗോള വാണിജ്യ മത്സരങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. 2 വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ ലോകവിപണി പിടിച്ചെടുക്കാൻ മത്സരിക്കുന്നത് പോലെയായിരുന്നു അത്. ഫ്രാൻസിനന്ന് ലോകമെമ്പാടും വലിയ കോളനികളുണ്ടായിരുന്നു. അവരൊരു പഴയ മാർക്കറ്റ് ലീഡറെ പോലെയായിരുന്നു. അതെ, ഒരു വലിയ പാരമ്പര്യമുള്ള ശക്തി.
എന്നാൽ ബ്രിട്ടന്റെ കൈവശം അന്ന് വളർന്നുവരുന്ന അതിശക്തമായ വ്യാവസായിക കരുത്തും ഏത് കടലും കടക്കാൻ കെൽപ്പുള്ള വമ്പൻ നാവികസേനയുമുണ്ടായിരുന്നു. പുതിയ ടെക്നോളജിയുമായി വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പഴയ കമ്പനികളെ വെല്ലുവിളിക്കുന്നതുപോലെ ഈ പുതിയ ബ്രിട്ടീഷ് കരുത്ത് ഫ്രഞ്ച് താൽപ്പര്യങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറി. വളരെ കൃത്യമായൊരു താരതമ്യമാണത്. യൂറോപ്പിലെ ഡിപ്ലോമാറ്റിക് റവല്യൂഷനും ലോകമെമ്പാടുമുള്ള ഈ സാമ്പത്തിക മത്സരങ്ങളും കൂടിച്ചേർന്നപ്പോൾ അതൊരു വലിയ സ്ഫോടനത്തിന് തിരികൊളുത്തി. ഈ മത്സരമാണ് യുദ്ധതന്ത്രങ്ങളിലും പ്രധാന സംഭവങ്ങളിലും പ്രതിഫലിച്ചത്. യൂറോപ്പിലെ യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും സംസാരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. പ്രഷ്യയെ നയിച്ച ഫ്രെഡറിക് ദ ഗ്രേറ്റ്. അദ്ദേഹത്തിന്റെ ആ സൈനിക തന്ത്രങ്ങളോ വളരെ പ്രശസ്തമാണല്ലോ. അതെ, റോസ്ബാക്ക്, കുനേഴ്സ്ഡോർഫ് തുടങ്ങിയ വലിയ യുദ്ധങ്ങളിൽ അദ്ദേഹം കാഴ്ചവെച്ച സൈനിക മികവ് ശരിക്കും പ്രഷ്യയെ സംരക്ഷിച്ചു നിർത്തിയെന്നു തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ആ സൈനിക മികവ് എന്തായിരുന്നു എന്നുകൂടി നമുക്ക് കേൾവിക്കാർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാം. കാരണം പ്രഷ്യ അന്ന് ഫ്രാൻസ്, ഓസ്ട്രിയ, റഷ്യ എന്നീ 3 വലിയ സാമ്രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കായിരുന്നു അല്ലേ? എന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് പിടിച്ചു നിന്നത്? അതൊരു വലിയ കാര്യമാണ്. എണ്ണത്തിൽ നോക്കിയാൽ പ്രഷ്യൻ സൈന്യം വളരെ ചെറുതായിരുന്നു. എന്നാൽ ഫ്രെഡറിക്കിന്റെ തന്ത്രം വേഗതയും അച്ചടക്കവുമായിരുന്നു. ശത്രുക്കൾ ഒന്നിക്കുന്നതിനു മുൻപ് അവരുടെ വ്യൂഹങ്ങളിലേക്ക് മിന്നലാക്രമണങ്ങൾ നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. പ്രത്യേകിച്ച് സൈലേഷ്യ എന്ന തന്ത്രപ്രധാനമായ പ്രദേശത്തിന്റെ പ്രതിരോധം. സമ്പന്നമായ ആ പ്രദേശം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരുതരം സർപ്രൈസ് അറ്റാക്കല്ലേ? കൃത്യം. അദ്ദേഹത്തിന്റെ ഈ അസാമാന്യ നേതൃത്വപാഠവും പ്രഷ്യയെ പൂർണ്ണമായ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, യൂറോപ്പിലെ ഒരു പ്രധാന സൈനിക ശക്തിയായി അവരെ മാറ്റുകയും ചെയ്തു. യൂറോപ്പിൽ ഫ്രെഡറിക് ദ ഗ്രേറ്റ് യുദ്ധം നയിച്ചപ്പോ ഇങ്ങ് ഇന്ത്യയിൽ കാര്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി മറ്റൊരു രീതിയിലാണ് പുരോഗമിച്ചത്. 1757 നടന്ന പ്ലാസി യുദ്ധം ഒരു നിർണായക വഴിത്തിരിവായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. അതൊരു സാധാരണ യുദ്ധം മാത്രമായിരുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ. അതെ, ഇതൊരു വെറും യുദ്ധവിജയം മാത്രമായിരുന്നില്ല. ഇതിന്റെ യഥാർത്ഥ പ്രത്യാഘാതം എന്തായിരുന്നു എന്നുകൂടി പറയാമോ? പ്ലാസി യുദ്ധത്തിലെ വിജയം ബ്രിട്ടീഷുകാർക്ക് ബംഗാളിന്റെ സമ്പദ്വ്യവസ്ഥയുടെ താക്കോൽ നൽകിയെന്നതാണ് ഏറ്റവും വലിയ കാര്യം. അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ബംഗാൾ. ആ സമ്പത്ത് മുഴുവൻ പിന്നീട് ലോകമെമ്പാടുമുള്ള ബ്രിട്ടീഷ് യുദ്ധങ്ങൾക്ക് പണം കണ്ടെത്താൻ അവരെ സഹായിച്ചു. ശരിക്കും ഒരു ATM മെഷീൻ കിട്ടിയതുപോലെ. അതേപോലെ തന്നെ. അതിനുശേഷം 1760-61 കാലഘട്ടത്തിൽ നടന്ന വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തിനുമേൽ ബ്രിട്ടീഷുകാർ നേടിയ നിർണായക വിജയം കൂടിയായപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ച് മോഹങ്ങൾ എന്നേക്കുമായി അവസാനിച്ചു. ഇന്ത്യ പൂർണ്ണമായും ബ്രിട്ടന്റെ പിടിയിലായി. ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചതിനൊപ്പം തന്നെ വടക്കേ അമേരിക്കയിലും പോരാട്ടങ്ങൾ വളരെ രൂക്ഷമായിരുന്നു അല്ലേ? അവിടെ ഇതിനെ ഫ്രഞ്ച് ആൻഡ് ഇന്ത്യൻ വാർ എന്നാണ് വിളിച്ചിരുന്നത്. ഇതിലെ ഏറ്റവും നിർണായകമായ പോരാട്ടം 1759-ലെ ക്യൂബെക് യുദ്ധമായിരുന്നു. ഇതിനെ ബാറ്റിൽ ഓഫ് ദ പ്ലെയിൻസ് ഓഫ് എബ്രഹാം എന്നും വിളിക്കാറുണ്ട്. ആ യുദ്ധം ശരിക്കും ഒരു ക്ലാസിക്കാണ്. അതെ, രാത്രിയുടെ മറവിൽ ചെങ്കുത്തായ മലകേറി ബ്രിട്ടീഷ് സൈന്യം ഫ്രഞ്ചുകാരെ ആക്രമിച്ച ആ യുദ്ധം ശരിക്കും ത്രില്ലിംഗ് ആയൊരു ചരിത്ര സംഭവമാണ്. ഈ വിജയം ബ്രിട്ടന് കാനഡയുടെ പൂർണ്ണ നിയന്ത്രണം നേടിക്കൊടുത്തു. 7 വർഷത്തെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതിയൊരു സംഭവമായിരുന്നു അത്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ പല ഭൂഖണ്ഡങ്ങളിലായി ഒരേ സമയം നടന്ന ഈ യുദ്ധം ലോകത്തിനൊരു വലിയ പാഠം നൽകി. അതുവരെ കരസേനകൾ തമ്മിലുള്ള യുദ്ധങ്ങളായിരുന്നു പ്രധാനം. എന്നാൽ ഒരു ആഗോള യുദ്ധത്തിൽ ഭൂമിയിലെ സൈന്യത്തെക്കാൾ നിർണായകമാകുന്നത് നാവികസേനയാണ് എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിഞ്ഞു. ആ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ടല്ലോ. അതെ, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം വില്യം പിറ്റ് ദി എൽഡർ എന്ന ബ്രിട്ടീഷ് ഭരണതന്ത്രജ്ഞനായിരുന്നു. വില്യം പിറ്റിന്റെ ആ സ്ട്രാറ്റജി ശരിക്കും ഗംഭീരമായിരുന്നു. സ്വന്തം സൈന്യത്തെക്കൊണ്ട് യൂറോപ്പിൽ പോയി യുദ്ധം ചെയ്യുന്നതിനു പകരം അദ്ദേഹം പ്രഷ്യയിലെ ഫ്രെഡറിക്കിന് വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകി. അതോടെ ഫ്രഞ്ച് സൈന്യം യൂറോപ്പിൽ കുടുങ്ങി. കൃത്യം. എന്നിട്ടോ? ആ സമയം കൊണ്ട് പിറ്റ് ബ്രിട്ടന്റെ നാവികശക്തി ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള ഫ്രഞ്ച് കോളനികൾ പിടിച്ചെടുത്തു. ഈ തന്ത്രം ബ്രിട്ടനെ ചോദ്യം ചെയ്യാനാവാത്ത ഒരു ആഗോള ശക്തിയാക്കി മാറ്റി. അങ്ങനെ 7 വർഷത്തെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്കു ശേഷം ഒടുവിൽ 1763-ൽ ഒരു സമാധാന കരാറിലേക്ക് ലോകം എത്തിച്ചേരുകയാണ്. കൃത്യമായി പറഞ്ഞാൽ
1763 ഒപ്പുവെച്ച ചരിത്രപ്രസിദ്ധമായ പാരിസ് ഉടമ്പടിയോടെയാണ് ഈ വലിയ യുദ്ധത്തിന് ഔദ്യോഗികമായി അവസാനമാകുന്നത്. എന്നാൽ ഈ ഉടമ്പടി ലോക ഭൂപടത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വൻ തിരിച്ചടിയായിരുന്നു. അവർക്ക് ഒരുപാട് ഭൂമി നഷ്ടപ്പെട്ടില്ലേ? അതെ, വടക്കേ അമേരിക്കയിലെ അവരുടെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. കാനഡയും മിസിസിപ്പി നദിയുടെ കിഴക്കുള്ള എല്ലാ പ്രദേശങ്ങളും അവർ ബ്രിട്ടന് കൈമാറി. മാത്രമല്ല, ഈ യുദ്ധത്തിൽ സ്പെയിനിനുണ്ടായ നഷ്ടങ്ങൾക്കു പകരമായി മിസിസിപ്പിയുടെ പടിഞ്ഞാറുള്ള ലൂസിയാന പ്രദേശം ഫ്രാൻസ് സ്പെയിനും നൽകി. നിൽക്കൂ, അപ്പോ ഫ്രാൻസ് അത്രയും വലിയ കാനഡ പൂർണ്ണമായി വിട്ടുകൊടുത്തു അല്ലേ? പക്ഷെ ഞാൻ വായിച്ചതിൽ പറയുന്നുണ്ട്, കരീബിയനിലെ ഗ്വാഡലൂപ്പ്, മാർട്ടിനിക് എന്നീ ചെറിയ ദ്വീപുകളും ന്യൂഫൗണ്ട്ലാൻഡിന്റെ തീരങ്ങളിലെ മത്സ്യബന്ധന അവകാശങ്ങളും ഫ്രാൻസ് നിലനിർത്തിയെന്ന്. എനിക്കിത് മനസ്സിലാവുന്നില്ല. കാനഡ പോലൊരു വലിയ ഭൂവിഭാഗം വിട്ടുകൊടുത്തിട്ട് ഈ ചെറിയ ദ്വീപുകൾ മാത്രം മതിയെന്ന് ഫ്രാൻസ് വയ്ക്കാൻ എന്താ കാരണം? ഇത് കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷെ അത്ഭുതപ്പെടുന്നുണ്ടാകാം. അവിടെയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കേണ്ടത്. കാനഡ അന്ന് വലിയ മഞ്ഞുമലകളും കാടുകളും നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. എന്നാൽ ഈ ചെറിയ കാരീബിയൻ ദ്വീപുകൾ അങ്ങനെയല്ല. അവിടെയാണ് മുൻപ് പറഞ്ഞ ആ ലാഭകരമായ പഞ്ചസാര തോട്ടങ്ങളുണ്ടായിരുന്നത്. വീണ്ടും ആ പഞ്ചസാര. അതെ, അക്കാലത്തെ സമ്പദ്വ്യവസ്ഥയുടെ കാതൽ ഈ പഞ്ചസാരയായിരുന്നു. കാനഡയിലെ വലിയൊരു ഭൂപ്രദേശത്തേക്കാൾ ഫ്രാൻസിനന്ന് സാമ്പത്തികമായ ലാഭകരം കരീബിയനിലെ ഈ ചെറിയ പഞ്ചസാര തോട്ടങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ചെറിയ ദ്വീപുകൾ നിലനിർത്തിയത്. അത് ശരിക്കൊരു പുതിയ അറിവാണ്. ഭൂമിയുടെ വലിപ്പത്തേക്കാൾ അതിലെ വിഭവങ്ങളുടെ മൂല്യമാണ് എക്കാലത്തും പ്രധാനമെന്നിത് കാണിക്കുന്നു. എന്നാൽ ബ്രിട്ടന്റെ നേട്ടങ്ങൾ ഇതിലും എത്രയോ മുകളിലായിരുന്നു അല്ലേ? ഫ്രാൻസിൽ നിന്ന് കാനഡയും സ്പെയിനിൽ നിന്ന് ഫ്ലോറിഡയും അവർ സ്വന്തമാക്കി. അതെ, ഒപ്പം ഇന്ത്യയിലെയും കരീബിയനിലെയും പല പ്രദേശങ്ങളും ബ്രിട്ടന്റെ അധീനതയിലായി. ഈ നേട്ടങ്ങളോടെ ബ്രിട്ടൻ ലോകത്തെ ഏറ്റവും വലിയ കൊളോണിയൽ ശക്തിയായി മാറി. ഇതേസമയം യൂറോപ്പിലെ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഹ്യൂബർട്സ്ബർഗ് ഉടമ്പടിയും ഒപ്പുവയ്ക്കപ്പെട്ടു. ഇത് സൈലേഷ്യയിൽ പ്രഷ്യയുടെ അധികാരം വീണ്ടും ഉറപ്പിച്ചു. ഈ ഉടമ്പടികളൊക്കെ കഴിഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നു. ഇതിനെ ശരിക്കും ആദ്യത്തെ ആഗോള യുദ്ധമായി കണക്കാക്കാമോ? സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് പോലെ ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഭൂഖണ്ഡങ്ങൾ കടന്നു നടന്ന ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളമായിരുന്നു എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ശരിയാണ്. എന്നാൽ നമ്മൾ ചരിത്രം പറയുമ്പോൾ പലപ്പോഴും മറന്നുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വശമുണ്ട്. തദ്ദേശീയരായ ജനതയ്ക്ക്, പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിലെ നേറ്റീവ് അമേരിക്കക്കാർക്ക് ഈ യുദ്ധം വലിയൊരു ദുരന്തമായാണ് മാറിയത്. അതെ, ആ ഭാഗം നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. അവർ വെറും കാഴ്ചക്കാരായിരുന്നില്ലല്ലോ. തങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ അവർ പലപ്പോഴും ബ്രിട്ടീഷുകാരോടും ഫ്രഞ്ചുകാരോടും മാറി മാറി സഖ്യം ചേർന്നിരുന്നു. പക്ഷെ യുദ്ധം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? യുദ്ധം കഴിഞ്ഞപ്പോൾ ഫ്രഞ്ചുകാർ വടക്കേ അമേരിക്കയിൽ നിന്ന് പിന്മാറി. അതോടെ നേറ്റീവ് അമേരിക്കൻ വിഭാഗങ്ങൾക്ക് വിലപേശാനുള്ള ആ ഒരു അവസരമില്ലാതായി. അവർക്ക് ബ്രിട്ടീഷുകാരെ മാത്രം ആശ്രയിക്കേണ്ടുള്ള അവസ്ഥ വന്നു. ബ്രിട്ടീഷുകാരാകട്ടെ അവരോട് വലിയ ക്രൂരതയാണ് കാണിച്ചത്. അവരുടെ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ? അതെ, തദ്ദേശീയർക്ക് അവരുടെ സ്വന്തം ഭൂമി വലിയ തോതിൽ നഷ്ടപ്പെട്ടു. പുതിയ രോഗങ്ങൾ, തങ്ങളുടെ പരമ്പരാഗതമായ വ്യാപാര ശൃംഖലകളുടെ തകർച്ച, സാംസ്കാരികമായ അധിനിവേശം തുടങ്ങി സാമ്പത്തികമായും സാമൂഹികമായും വലിയൊരു തകർച്ചയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. കൊളോണിയൽ ശക്തികളുടെ ഈ വൻ നേട്ടങ്ങൾക്കൊപ്പം തന്നെ തദ്ദേശീയർക്ക് സംഭവിച്ച ഈ അതിദാരുണമായ നഷ്ടങ്ങളും കാണാതിരിക്കാനാകില്ല. തീർച്ചയായും. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൂടുതൽ രസകരവും സങ്കീർണവുമാകുന്നത്. യുദ്ധം കഴിഞ്ഞ് അതിർത്തികളൊക്കെ മാറ്റിവരച്ചു, ബ്രിട്ടൻ വലിയൊരു സാമ്രാജ്യമായി മാറി. ശരി തന്നെ. പക്ഷേ ഈ യുദ്ധമുണ്ടാക്കിയ സാമ്പത്തിക ആഘാതം വളരെ വലുതായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും വലിയ കടക്കെണിയിലായി. അത്രമാത്രം പണമാണ് അവരെ യുദ്ധത്തിനു വേണ്ടി ഒഴുക്കിയത്. ബ്രിട്ടൻ വലിയ വിജയം നേടിയിട്ടും കടം കയറി മുടിഞ്ഞൊരവസ്ഥയിലായിരുന്നു. അതെ, ആ വലിയ കടം വീട്ടാൻ ബ്രിട്ടൻ കണ്ടെത്തിയ വഴിയാണ് ചരിത്രം വീണ്ടും തിരുത്തിക്കുറിച്ചത്. ബ്രിട്ടൻ അവരുടെ അമേരിക്കൻ കോളനികൾക്കുമേൽ പുതിയ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. സ്റ്റാമ്പ് ആക്ട് പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഇത് അമേരിക്കൻ കോളനികളിലെ ജനങ്ങളെ പ്രകോപിപ്പിച്ചു. ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ആ പ്രശ്നം. കൃത്യം. തങ്ങളുടെ അനുമതിയില്ലാതെ നികുതി ചുമത്താൻ ബ്രിട്ടന് അവകാശമില്ല എന്ന് അവർ വാദിച്ചു. ഇത് ബ്രിട്ടനും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾക്ക് കാരണമാവുകയും
ആത്യന്തികമായി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കളമൊരുക്കുകയും ചെയ്തു. ഒപ്പം ഫ്രാൻസിനും ഈ യുദ്ധം വലിയൊരു സാമ്പത്തിക ക്ഷീണമായി മാറി. അത് പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിനും വഴിതെളിച്ചു. അപ്പോ ആ വലിയ വിജയമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനും ഫ്രഞ്ച് വിപ്ലവത്തിനുമൊക്കെ വഴിയൊരുക്കിയതല്ലേ? ചരിത്രത്തിന്റെ ഒരു വിരോധാഭാസം തന്നെ ഇത്. പക്ഷേ ഈ കടക്കെണിക്കിടയിലും ബ്രിട്ടൻ മെല്ലെ ഒരു വൻ സാമ്പത്തിക ശക്തിയായി ഉയർന്നുവന്നു. അവരുടെ ഈ സാമ്പത്തിക അടിത്തറയാണ് പിന്നീട് ലോകം കണ്ട വ്യാവസായിക വിപ്ലവത്തിനും അതുപോലെ തന്നെ പാക്സ് ബ്രിട്ടാനിക്കയ്ക്കും വഴിയൊരുക്കിയതെന്ന് സ്രോതസ്സുകൾ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ പാക്സ് ബ്രിട്ടാനിക്ക? പാക്സ് ബ്രിട്ടാനിക്ക എന്നതൊരു ലാറ്റിൻ പദമാണ്. ബ്രിട്ടീഷ് സമാധാനം എന്നാണ് ഇതിനർത്ഥം. 1815 മുതൽ 1914 വരെ, അതായത് ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്ത് ബ്രിട്ടീഷ് നാവിക മേധാവിത്വത്താൽ നിലനിന്നൊരു ആപേക്ഷിക സമാധാന കാലഘട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആർക്കും ബ്രിട്ടനെ എതിർക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ. അതെ. 7 വർഷത്തെ യുദ്ധം ലോകത്തിന്റെ അധികാരഘടനകളെയും യൂറോപ്യൻ രാഷ്ട്രീയത്തെയും എന്നേക്കുമായി മാറ്റിമറിച്ചു. ബ്രിട്ടന്റെ സാമ്രാജ്യത്തെ വളർച്ചയ്ക്കും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ലോകം സാക്ഷ്യം വഹിച്ച മാറ്റങ്ങൾക്കും ഇത് വ്യക്തമായ അടിത്തറ പാകിയെന്ന് നമുക്ക് സംശയമന്യേ പറയാം. നമ്മുടെ ഈ വിശദമായ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നാം അടുക്കുകയാണ്. ഈ ഡീപ് ഡൈവിലൂടെ കടന്നുപോയ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്തിനാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഈ ചരിത്രം ഞാൻ ഇന്നറിയേണ്ടത് എന്ന്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം ആ യുദ്ധത്തിന്റെ കൂടി ബാക്കി പത്രമാണ്. സമകാലിക അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഇന്നത്തെ ആഗോള അധികാര ഘടനകളിലും ഈ പണ്ടത്തെ യുദ്ധത്തിന്റെ സ്വാധീനവും അന്ന് അവർ വരച്ച അതിരുകളും ഇന്നും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. തീർച്ചയായും ചരിത്രം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആഴത്തിലുള്ള പഠനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനും കൂടുതൽ അന്വേഷിക്കാനുമായി ഒരു ചോദ്യം. 18ാം നൂറ്റാണ്ടിൽ കേവലം പ്രകൃതി വിഭവങ്ങൾക്കും പുതിയ ഭൂമിക്കും വേണ്ടിയുള്ള വൻശക്തികളുടെ മത്സരവും അത് വരുത്തിവെച്ച ഭീമമായ കടബാധ്യതകളും ചേർന്ന് അന്ന് ലോകത്തിന്റെ ഭൂപടം ഒന്നാകെ മാറ്റിവരച്ചുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലോകത്തൊന്നു നോക്കൂ. ഇന്ന് നടക്കുന്നത് ആധുനിക സാമ്പത്തിക സാങ്കേതിക ശീതയുദ്ധങ്ങളാണ്. ഡേറ്റയ്ക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും സെമി കണ്ടക്ടറുകൾക്കും വേണ്ടിയുള്ള വമ്പൻ രാജ്യങ്ങളുടെ മത്സരങ്ങൾ. ഈ പുതിയ കാലത്തെ ശീതയുദ്ധങ്ങൾ നാം പോലും അറിയാതെ വരാനിരിക്കുന്ന 22ാം നൂറ്റാണ്ടിന്റെ ഭൂപടം എങ്ങനെയായിരിക്കും നിർണ്ണയിക്കാൻ പോകുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. വീണ്ടും നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുന്ന മറ്റൊരു മികച്ച വിഷയവുമായി അടുത്ത ഡീപ് ഡൈവിൽ നമുക്ക് കാണാം. അതുവരേക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.